എന്തൊക്കെയുണ്ട് അനുമോൾ വിശേഷം? നല്ല വിശേഷം ലാലേട്ട. അങ്ങനെ ലാലേട്ടൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, എല്ലാവരും കണ്ടു കാണും. അതിനകത്ത് ഇവരെ പ്രണയത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. അനീഷിനോട് ചോദിക്കുന്നു. അപ്പം അനീഷ് പറയുന്നുണ്ട് എനിക്ക് പ്രണയമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നി എന്ന് പറയുന്നുണ്ട്. അതുപോലെ അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട്. അതുപോലെ അനു പറയുന്നുണ്ട് ഈ ഒരു വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നതെന്നൊക്കെ അനു പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം മിക്കവാറും ഇന്നത്തെ എപ്പിസോഡിലെ വിഷയം ഇതായിരിക്കും, ഫുള്ള് ചർച്ച. പ്രണയവും ഇവരെ ചുറ്റിപ്പറ്റിയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ചർച്ച. ഇവിടെ ഈ ഒരു വിഷയം എനിക്കിപ്പോഴും തോന്നുന്നത് അനീഷിന് ഇതൊരു ഗെയിം കളിക്കുകയെന്നാണ് തോന്നുന്നത്. കാരണം ഇത്രയും പക്വതയും ഇത്രയും ഈ പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. ഒരു കല്യാണം കഴിഞ്ഞ് അത് ഡിവേഴ്സ് വരെ ആയൊരു വ്യക്തിയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയിട്ട് അനുവിൻ്റെ അടുത്ത് എനിക്ക് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ ഒരാളാണ് അല്ലേ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഗെയിമായിട്ടാണ് തോന്നിയത്. ഗെയിം എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല ഗെയിമല്ല, ഒരു ചീപ്പ് ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം അനീഷിന് ഇങ്ങനെ സീരിയസ് ആയിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നുവെങ്കിൽ, കാരണം അനീഷിന് ഇത്രയും പക്വതയുള്ള ഒരാളാണ്, കാര്യങ്ങളൊക്കെ നല്ലപോലെ നമ്മൾ ബിഗ് ബോസിൽ ആണെങ്കിൽ തന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നതാണ്. ഓരോ കാര്യങ്ങളും നല്ല ക്ലാരിഫൈ ചെയ്ത് പറയുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. ചിന്തിച്ചും കണ്ടൊക്കെ തീരുമാനമെടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അപ്പോൾ ഇവിടെ ലാലേട്ടൻ്റെ മുമ്പിൽ വരെ അനീഷ് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കങ്ങനെ ഫീല് ചെയ്തു എന്നാണ് പറയുന്നത്. ഫീല് ചെയ്യാൻ മാത്രം ഈ പറഞ്ഞിട്ടുള്ള അനു അത്രമാത്രം കാണിച്ച് കൂട്ടിയിട്ടുണ്ടോയെന്ന് അനീഷിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കുറേ അനീഷിനെ ന്യായീകരിച്ചുകൊണ്ട് കുറേ ആൾക്കാർ കുറ്റം പറയുമല്ല, ഈ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പടച്ചു വിടുന്നുണ്ട്. അനു അങ്ങനെ നിന്നു, അനു ഇങ്ങനെ നിന്നു, റോസാപ്പൂ കൊണ്ട് കൊടുത്തു, ഫുഡ് കൊടുക്കുന്നു, എടുക്കുന്നു. സ്വാഭാവികമായിട്ട് അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും അനു പ്രത്യേകിച്ച് എല്ലാ ആൾക്കാരോടും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഫുഡ് കിട്ടിക്കഴിയുമ്പോൾ കൊണ്ടു കൊടുക്കും, എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ കൊണ്ടു കൊടുക്കും. എല്ലാ ആൾക്കാരോടും സ്നേഹത്തോടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. അപ്പം ഇത് കുറേ ആൾക്കാർ ഇത് മുതലെടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. കാരണം അനുവിൻ്റെ ഫേക്ക് ഫേസ്, അനുവിനെ എക്സ്പോസ് ചെയ്ത്, അനുവിൻ്റെ ഡ്രാമ എക്സ്പോസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യായീകരിച്ച് മെഴുകുന്നത്. ഞാൻ കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇത് അനീഷിൻ്റെ ഒരു ഗെയിമാണെന്നുണ്ടെങ്കിൽ അതൊരു ചീപ്പ് ഗെയിമാണെന്ന് ഞാൻ പറയും. കാരണം ഇനി ഒരു 9 ദിവസം കൂടെ ബാക്കി നിൽക്കാൻ നേരത്ത് അനീഷിന് ഇത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നുവെങ്കിൽ അനീഷ് ഉറപ്പായിട്ട് ഇത് ഈ ഒരു ഷോ കഴിഞ്ഞിട്ട് അനുവിൻ്റെ വീട്ടുകാരെടുത്ത് ആലോചിച്ചും കണ്ടൊക്കെ ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് സംസാരിക്കത്തുള്ളായിരുന്നു. അനീഷിന് ഇത് സീരിയസ് ആയിട്ടുള്ളൊരു സ്നേഹമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. കാരണം ഓൾറെഡി അനുവിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ ആ വീട്ടിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. കാരണം അനു ഒരു നാട്ടും പുറത്തുകാരിയാണ്. അനുവിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അച്ഛനും അമ്മയും എല്ലാ ആൾക്കാരോടും അച്ഛനും അമ്മയുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് തീരുമാനം എടുക്കുന്നൊരു ഒരു കുട്ടിയാണ് അനു. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് അനീഷ് പെട്ടെന്ന് ഞാൻ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് പെട്ടെന്ന് തന്നെ സ്പോട്ടിൽ തന്നെ കഴിച്ചു, എന്നെ അങ്ങ് കഴിച്ചു ഒരു റിപ്ലൈ കൊടുക്കും എന്നുള്ളൊരു വിചാരത്തിൽ ചോദിക്കാൻ മാത്രം അനീഷ് അത്ര പൊട്ടനല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പം ഞാൻ അനീഷിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുള്ള വ്യക്തിയാണ്. ഇപ്പം ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിയുടെ ഈ ഒരു പ്രവൃത്തിയോട്. മാത്രമല്ല ഞാൻ അനീഷിന് PR ഉണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് പോലും ഞാൻ അനീഷിനെ എതിർത്തിയാണ്. ഇപ്പോൾ ഒരു വോയിസ് കിടന്ന് കറങ്ങുന്നുണ്ട് അനീഷിൻ്റെ PR MS PR ഗ്രൂപ്പ് അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞിട്ട് കുറേ വോയിസൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അനീഷിനും PR ഉണ്ട്. ഈ PR എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പോലും അനീഷ് എനിക്കറിയത്തില്ല, PR എന്താണെന്ന് പോലും അറിയാത്തില്ലെന്ന് പറഞ്ഞ അനീഷിനെ ലാലേട്ടൻ എക്സ്പോസ് ചെയ്ത സമയത്ത് പോലും ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് നല്ലൊരു ഗെയിമാണ് അവിടെ കളിക്കുന്നത്. ശരി തന്നെ, ഗെയിം കളിച്ചു. അതുപോലെ നമുക്ക് ഒരാളോടൊരു ഇഷ്ടം തോന്നാം, സ്വാഭാവികമാണ്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരാളെ ലൈഫും കൂടെ വെച്ച് കളിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഈ ഒരു എന്ത് ടൈമിൽ ഇത് കൊണ്ടുവന്നത് നന്നായി. അല്ലെങ്കിൽ ഇതിന് മുമ്പേ എങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു 50ാമത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ 30ാമത്തെ എപ്പിസോഡിലെങ്ങനെ ആണെങ്കിൽ അനുവിൻ്റെ ലൈഫും ഈ പറഞ്ഞിട്ടുള്ള സ്പോയിലാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഡീഗ്രേഡിങ് ഇത് വെച്ച് നടത്തിയാണ്. കാരണം എല്ലാ സീസണിനകത്ത് നമ്മൾ കാണുന്നതാണ് ലവ് കോംബോ പിടിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന അവസ്ഥ.
അല്ലേ? അപ്പോൾ അനുവിന് എന്തോ ഒരു ഭാഗ്യമുണ്ട് അവസാനത്തെ സമയത്ത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ആണെങ്കിൽ പുള്ളിക്കാരിയുടെ ലൈഫ് വെച്ച് തന്നെ കളിച്ച് നാശകോശമാക്കി വെച്ചേനെ. ഡിഗ്രേഡ് ചെയ്ത് ലവ് കോംബോ മണ്ണാൻ കട്ട ചപ്പെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് റീൽസും അതും ഇതൊക്കെ എഡിറ്റ് ചെയ്ത് PR ടീമുകൾ നല്ല ഡിഗ്രേഡ് നടത്തിയത്. അപ്പോൾ ഇവിടെ ഒരു 9 ദിവസം ബാക്കിയിരിക്കുന്ന സമയത്ത് അനീഷ് ഇത് പറയണമെങ്കിൽ അനീഷിൻ്റെ ഗെയിം തന്നെയാണ്. ഗെയിം അനുവിൻ്റെ ആ ഒരു അനുവിൻ്റെ ഒരു ഗെയിം തകർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അനീഷ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരന് ഗെയിം കളിക്കാനാണെങ്കിൽ വേറെ എന്തൊക്കെ രീതിയിൽ പുള്ളിക്കാരന് കോണ്ടന്റുകൾ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു കോണ്ടന്റ് പിടിച്ചത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അതിലുപരി പുള്ളി കല്യാണം കഴിച്ച് ജീവിതം എന്താണെന്ന് പഠിച്ച് ഡിവോഴ്സായ ഒരു വ്യക്തിയാണ്. അപ്പം ഒരു സ്ത്രീയോട് പെട്ടെന്ന് കയറി എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു പെണ്ണാണ് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുന്നത്, എനിക്ക് താല്പര്യമുണ്ട് ചേട്ടാ, നമുക്ക് ഉടനെ പോയി കല്യാണം കഴിക്കാം, രജിസ്റ്റർ മാരേജ് ചെയ്യാം. ഇപ്പം ഇത് വേറൊരു കാര്യം. അനു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരും അതുപോലെ അച്ഛനും അമ്മയും ഒരു നാട്ടുംപുറത്തുകാരിയായിട്ട് ജനിച്ചു വളർന്നൊരു കുട്ടിയാണ്. അനു ഒറ്റയ്ക്ക് ഒന്നിലും ഒരു തീരുമാനങ്ങളും എടുക്കുന്നൊരു വ്യക്തിയല്ല. അപ്പം അങ്ങനെയുള്ള ഒരാളെടുത്ത് ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും അനുവിൻ്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നൊരു മറുപടി കിട്ടത്തില്ല. അനു ആദ്യം പുള്ളിക്കാരെ ആലോചിക്കും, വീട്ടിൽ പറയും, വീട്ടുകാരുമായിട്ട് സംസാരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരെ മറിച്ച് ഒറ്റയ്ക്ക് നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്നൊരു ഒരാളാണെങ്കിൽ സ്പോട്ടിൽ തന്നെ പറയും എനിക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ താല്പര്യമില്ലെന്ന് പറയും. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു ഉത്തരവും കൊടുക്കാതിരുന്നത്. അപ്പം ഉത്തരം കൊടുക്കാതിരുന്നുകൊണ്ട് എന്തോ അനു അങ്ങ് എക്സ്പോസ് ആയിപ്പോയി, അനുവിൻ്റെ മുഖം കൂടി അയഞ്ഞു വീണെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ ഡിഗ്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഏതൊരു പെൺകുട്ടി, നല്ല കുടുംബത്തിൽ പറഞ്ഞ ഏതൊരു പെൺകുട്ടിയും ഏതൊരു സ്ത്രീയോട് മുഖത്ത് നോക്കി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒന്നും മിണ്ടത്തില്ല, അവരൊരു മൗനം പാലിക്കും, ഒന്നും മിണ്ടത്തില്ല. ഇഷ്ടമാണെന്നും പറയത്തില്ല, ഇഷ്ടമല്ലെന്നും പറയത്തില്ല. നമ്മളിപ്പോൾ ഒരു പെണ്ണ് കാണാൻ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ആ കുട്ടിയുടെ അഭിപ്രായം പറയുന്നത്. ചുരുക്കം ചില ആൾക്കാരേ ഉള്ളൂ സ്പോട്ടിൽ റിപ്ലൈ തരുന്നത്, അല്ലേ? അത് പൊതുവെ അങ്ങനെയാണ്. അവിടെയാണ് അനുവും അങ്ങനെ ഒന്നും മിണ്ടാതുള്ള രീതിയിൽ എന്തു പറയണം, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള രീതിയിൽ ഇരുന്നത്. ഒരു കാരണം വെച്ച് നോക്കിയാൽ അങ്ങനെ മിണ്ടാതിരുന്നത് കാര്യമേ. എടുത്തടിച്ച പോലെ അവിടെ റിപ്ലൈ കൊടുത്തായിരുന്നെങ്കിൽ അത് വെച്ചിട്ട് കുറേ ആൾക്കാർ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പം ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുവിൻ്റെ അടുത്ത് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്ടമാണ് അനീഷിന് തോന്നിയെങ്കിൽ ആ അനു പറയാനിരിക്കുന്ന അനുവിൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങളും പുള്ളിക്കാരിയുടെ പ്രശ്നങ്ങളും എല്ലാം കേൾക്കാൻ ഇയാൾ ഇയാൾ അവിടെ ക്ഷമയോടെ നിന്നേനെ, അല്ലേ? കേൾക്കാൻ അത് കൂട്ടാക്കിയേനെ. പക്ഷേ അനു അവിടെ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ അനീഷ് എന്താണ് ചെയ്തത്? അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എണീച്ച് പോവുകയല്ലേ ചെയ്തത്. അപ്പം അനീഷ് ഇത് ആത്മാർത്ഥമായിട്ടാണോ ഈ ഒരു കാര്യം അനുവിൻ്റെ അടുത്ത് ചോദിച്ചത്? സീരിയസ് ആയിട്ടാണെങ്കിൽ അനുവിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? അനുവിന് ഒരു ഇഷ്ടമില്ലെങ്കിൽ, ഒരു താല്പര്യക്കുറവിൻ്റെ ഒരു പുള്ളിക്കാരിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ എന്താണെന്ന് അവിടെ നിന്ന് കേട്ടിട്ട് അനീഷ് അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും പറയുകയൊക്കെ ചെയ്തേനെ. പക്ഷേ ഇതൊന്നുമില്ല. അത് പുള്ളിക്കാരി അവിടെ തുടങ്ങി വെക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പം തന്നെ അനീഷ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എണീച്ച് പോവുകയാണ് ചെയ്തത്. അപ്പം അനീഷിൻ്റെ ഒരു പക്ക ഗെയിമാണ് അവിടെ ഞാൻ കണ്ടത്. ഇത് നല്ല ഗെയിമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗെയിമല്ല. കാരണം ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ച് ഇതുപോലുള്ള ചീപ്പ് ഗെയിം കളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അനീഷിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി ഒരു ഡിവോഴ്സായ വ്യക്തിയാണ്. കല്യാണം കഴിഞ്ഞുള്ള ലൈഫ് എന്താണ്, ആ ഒരു ആഫ്റ്റർ മാരേജിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ലൈഫ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, അപ്പോൾ അതൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയ ഒരു വ്യക്തി പെട്ടെന്നൊരു പെൺകുട്ടിയോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ച് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് പറയാൻ പോലും ഉള്ളതുപോലും കേൾക്കാൻ നിൽക്കാതെ ദേഷ്യപ്പെട്ട് പോയിട്ട് ഈ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തെന്ന് പറയുന്നതിൽ എന്ത് സീരിയസ്നെസ്സാണ് അതിനകത്തുള്ളത്? അതിനകത്ത് എന്ത് സ്നേഹമാണുള്ളത്? പക്ക ഗെയിമാണ്, പക്ക ഗെയിം. അതാണ് ഞാൻ പറഞ്ഞത്, അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അനീഷിന് ഇതൊരു ഗെയിം അല്ലെങ്കിൽ അനീഷിന് ഉറപ്പായിട്ട് അനീഷിന് എന്തായാലും ചിന്തിക്കാൻ അറിയത്തില്ല. അനീഷിന് ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ ഓക്കെ, അങ്ങനെ പറയാം. പക്ഷേ ഇത്രയും വിഷയങ്ങൾ നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാൾ, ഇത്രയും അറിവുള്ള ഒരാൾ 9 ദിവസം കൂടെ കഴിഞ്ഞ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാനൊക്കെ സമയമുണ്ടായിരുന്നു.
അവരെ വീട്ടുകാരുമായിട്ട് ആലോചിക്കാൻ സമയമുണ്ടായിരുന്നു. മാത്രമല്ല അനു ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള ആളല്ല, അനു സിംഗിളാണ്. പുള്ളിക്കാരിക്ക് 30 വയസ്സുണ്ടെങ്കിലും പുള്ളിക്കാരി സിംഗിളാണ്. നേരെ മറിച്ച് അനീഷ് ഒന്ന് ഡിവോഴ്സായ വ്യക്തിയാണ്. അപ്പം ഏതൊരു ഫാമിലി ആണെങ്കിലും, ഇപ്പോൾ അനുവിൻ്റെ അച്ഛനും അമ്മയായിക്കോട്ടെ, അനു ആയിക്കോട്ടെ, ഈ ഒരു കാര്യം എടുക്കുന്ന സമയത്ത്, ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു ഒരു 10 അല്ല, ഒരു 100 വട്ടം ആലോചിക്കും. കാരണം പുള്ളി ഡിവോഴ്സാണ്. അപ്പോൾ എന്തുകൊണ്ട് ഡിവോഴ്സായി, എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, അപ്പം ഇതൊക്കെ ആലോചിച്ചും കണ്ട് തീരുമാനം എടുക്കുക. അല്ലാതെ ഒരു ഡിവോഴ്സായ ഒരാൾ വന്ന ഉടനെ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ഉടനെ ഒരാൾ ഇറങ്ങി അങ്ങോട്ട് എനിക്ക് താല്പര്യമുണ്ട്, എന്നാൽ വാ നമുക്ക് പോയി കെട്ടിക്കളയാന്ന് പറഞ്ഞ് ഒരു മനുഷ്യനും പോത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇന്നത്തെ ലവ് ട്രാക്കും ലവ് കോംബോയും ഇതൊക്കെ മിക്കവാറും തുടങ്ങി വെപ്പിക്കുമോ എന്നറിയത്തില്ല. ഇനി 9 ദിവസം കൂടെ ഉള്ളൂ. അതിനും ഇതിലൊന്നും ചെന്ന് വീഴാതിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് കൊള്ളാം. കാരണം നമ്മൾ കഴിഞ്ഞ സീസണിനകത്തൊക്കെ നമ്മൾ കണ്ടതാണ് ലവ് ട്രാക്ക് പിടിച്ചു പോയിട്ടുള്ള. കഴിഞ്ഞ സീസണും അതിന് മുമ്പെയുള്ള സീസണൊക്കെ നമ്മൾ കണ്ടതാണ്. ലവ് ട്രാക്ക് പിടിക്കുന്ന ആൾക്കാർക്കെല്ലാം അവസ്ഥ ആ രീതിയിലുള്ള ഡീഗ്രേഡിങ് ആണ് വെളിയിൽ ആൾക്കാർ അവർക്കെതിരെ ചെയ്യുന്നത്, അല്ലേ? ചിലപ്പോൾ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്, സീരിയസ് ആയിട്ടല്ല, ഗെയിമിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അതിനെ പോലും ഈ പറഞ്ഞിട്ടുള്ള ഡീഗ്രേഡ് ചെയ്ത് അത്രയും മോശമാക്കിയിട്ടാണ്, അവരുടെ ലൈഫ് തന്നെ നശിപ്പിച്ചിട്ടാണ് കുറേ PR-കളും കുറേ ആൾക്കാരൊക്കെ രംഗത്ത് വരുന്നത്. അപ്പോൾ അതിനൊന്നും ഇട കൊടുക്കാതിരിക്കട്ടെ എന്നാണ്. പക്ഷേ അതിനൊക്കെ ഇട കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അനീഷ് എന്തിനാണെന്നോ എന്തോ ഈ അനുവിനെ പിടിച്ച് ഇതിലേക്ക് ഇട്ടേന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.